നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF സർക്കാർ മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ പാർട്ടിയുടെ ഒരു നിയന്ത്രണം വേണമെന്നൊരു ആവശ്യം കോൺഗ്രസിനുള്ളിൽ നിന്നും ശക്തമാകുന്നുണ്ട്. ശേഷാദ്രിനാഥനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചിരുന്നു. ഇതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് കത്ത് നൽകിയതിന് പിന്നാലെ KPCC നേതൃയോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ജനറൽ സെക്രട്ടറി MR അഭിലാഷ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇരുവരും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനോട് അടുപ്പം പുലർത്തുന്നവരാണ് എന്നതാണ് ഈ നീക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവകരമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിക്കെതിരെ ഒരു പടയൊരുക്കം നടക്കുന്നു, അല്ലെങ്കിൽ പടയൊരുക്കം ഉണ്ടാകും, എപ്പോൾ വേണമെങ്കിലും ഒരു പടയൊരുക്കം പൊട്ടിപ്പുറപ്പെടാം എന്ന സാഹചര്യമാണ് നിലവിലായിരിക്കുന്നത്. അതിനുള്ള സമയമായിട്ടില്ല എങ്കിൽ പോലും എതിർപ്പ് രേഖപ്പെടുത്തും ഈ ഒരു തീരുമാനത്തിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ദേവസ്വം ലീഡർ നിയമനങ്ങൾ, വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുന്നതിന് മുമ്പ് പാർട്ടിയിൽ ചർച്ച നടക്കാഞ്ഞത് തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തി സർക്കാർ പാർട്ടി ഏകോപനത്തിന് സംവിധാനം വേണമെന്ന ആവശ്യമാണ് നിലവിൽ ഉയരുന്നത്. അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരി വിദേശ കമ്പനിക്ക് കൈമാറുന്നതിനെ ശക്തമായി എതിർത്ത് KC വേണുഗോപാലും രംഗത്തെത്തി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവറായി പ്രവർത്തിക്കുന്നത് പോലെ കേരളത്തിൽ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. UDF സർക്കാർ അദാനി അനുകൂല നിലപാട് സ്വീകരിക്കരുത് എന്ന താക്കീത് കൂടി ഈ പ്രതികരണത്തിന് പിന്നിൽ ഉണ്ട്. KPCCക്ക് മുഴുസമയ പ്രസിഡന്റ് ഇല്ല എന്നത് പ്രധാന പരിമിതിയായി തന്നെ ഒരു വശത്ത് നിൽക്കുന്നു. മന്ത്രി എന്ന നിലയിലുള്ള തിരക്കുകൾക്കിടയിൽ സണ്ണി ജോസഫ് ഇന്ദിരാഭവനിൽ നിന്ന് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു പോകുന്നതൊഴിച്ചാൽ പാർട്ടി തല സംവിധാനം യാതൊരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നിശ്ചലമായിട്ടുള്ള അവസ്ഥയിലാണ് ആയിരിക്കുന്നതെന്ന ഒരു വിമർശനവും കൂടി ഒരു വശത്ത് ശക്തമാവുന്നുണ്ട്. പാർട്ടി സർക്കാർ ഏകോപനത്തിന് സമിതി ഉണ്ടാക്കാൻ KPCC നേതൃയോഗം തീരുമാനിച്ചിരുന്നു. പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷമാകാം ഇതെന്നാണ് ധാരണ. പുതിയ പ്രസിഡന്റിനായുള്ള ആലോചന അനൌദ്യോഗികമായി തുടങ്ങിയെങ്കിലും അത് മുന്നോട്ട് പോയില്ല. മുഖ്യമന്ത്രിക്ക് കൂടി സ്വീകാര്യനായ ഒരു പ്രസിഡന്റ് വരാനുള്ള സാധ്യതയാണ് ഏറെ കൂടുതൽ. എന്തായാലും നിർണായകമായ ബജറ്റൊക്കെ അവതരിപ്പിച്ചിരുന്നു. ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷത്തിനുള്ള മറുപടി എന്ന നിലയിൽ മുഖ്യമന്ത്രി തന്റെ നയം വ്യക്തമാക്കിയിരുന്നു. ഭരണത്തിലെ ദൈനംദിന കാര്യങ്ങളുടെ തീരുമാനത്തിനായി താനോ മറ്റേതെങ്കിലും മന്ത്രിയോ അവരവരുടെ പാർട്ടി ഓഫീസുകളിലേക്ക് പോകില്ലെന്നും നയപരമായ തീരുമാനം വേണ്ട കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതേസമയം പാർട്ടിക്കെതിരെ ഒരു വശത്ത് ശക്തമായ പ്രതിപക്ഷത്തിന്റെ ഒരു വിമർശനമൊക്കെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ജയരാജൻ വിമർശിച്ചിരുന്നു സർക്കാരിനെ. 1.5 മാസത്തെ UDF ഭരണം BJP ഡീലുകളായി മാറിയെന്നായിരുന്നു MB ജയരാജന്റെ വിമർശനം. നയങ്ങളും നിലപാടുകളും UDF BJP ഡീലുകളായിട്ടാണ് പുറത്തു വരുന്നത്. മദ്യത്തിന് നികുതി കുറച്ചും ഖജനാവിന് നഷ്ടമുണ്ടാക്കിയും നിയമം പാസാക്കിയത് ബക്കാരിയുമായും വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന അദാനിയുമായി ഉണ്ടാക്കിയ ഡീലുകളാണ്. ഒരു ഭാഗത്ത് രാഷ്ട്രീയത്തിന്റെ, മറുഭാഗത്ത് പണത്തിന്റെ ഡീലാണ്. ഇതിന് രണ്ടിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി VD സതീശനാണെന്നും UDF ഭരണത്തിൽ എത്തുന്നതിന് മുമ്പ് PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ലെന്നാണ് പറഞ്ഞത്. പിന്നീട് അത് വിഴുങ്ങി. ആ ഡീൽ ലീഗ് മന്ത്രിമാർക്ക് വിഷമമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. എന്തായാലും 1.5 മാസം പിന്നിടുകയാണ് UDF സർക്കാർ. നിർണായകമായ തീരുമാനങ്ങൾ, ബജറ്റായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം. അതുമാത്രമല്ല, പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതും ഏറ്റവും നിർണായകമാണ്. എന്തായാലും ഈ ബജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നമുക്കറിയാം, സർക്കാർ വെച്ച ധവളപത്രത്തിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു യഥാർത്ഥ ചിത്രമുണ്ട്. ആ സമ്പദ് വ്യവസ്ഥ ഒരുപാട് പ്രതിസന്ധികളെ നേരിടുകയാണ്. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റും നേരിടാത്ത വെല്ലുവിളികളെ, ധനപരമായ പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രയാസങ്ങൾ ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കുക. അവിടെ നിന്നുകൊണ്ടാണ് 1 രൂപയുടെ ടാക്സ് കൂട്ടാതെ വരുമാനം ഇല്ലാതെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പുതിയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നിരവധി പദ്ധതികളുമായി ഈ ബജറ്റ് മുന്നിലേക്ക് വരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ, കേരളത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ, അതുവഴി തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ, ഖജനാവ് നിറയ്ക്കാൻ, നിറഞ്ഞ ഖജനാവ് അതിൽ നിന്ന് പണമെടുത്ത് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം നടത്തി സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള വിശാലമായ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ബജറ്റാണ്
ഇന്നിവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതുവരെ കേരളത്തിൽ ഒരു പഠനവും നടത്തിയിട്ടില്ല. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന യുവത്വം, അവരുടെ നമ്പർ കുറയുകയാണ്. ഉള്ളവര് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോവുക. ആ പോപ്പുലേഷൻ ചെറുതാവുകയാണ്. മറിച്ച് പ്രായം, നമുക്കിവിടെ ആയുർദൈർഘ്യമുള്ള ഒരു സംസ്ഥാനമാണ്. പ്രായമുള്ളവരുടെ നമ്പർ കൂടി വരികയും ചെയ്യുന്ന അസാധാരണമായ ഒരു ജനസംഖ്യാ മാറ്റം, ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി വിശദമായ പഠനം, ഇനിയും വിശദമായ പഠനം ആവശ്യമുണ്ട്. പ്രാഥമികമായ പഠനം നടത്തിയിട്ടാണ് അവരെ സംരക്ഷിക്കാനും യുവത്വത്തെ കേരളത്തിൽ നിർത്താനും അവർക്ക് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണലായ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുത്ത് അവർക്കിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നു. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിന് അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷൻ സമുദ്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പുതിയുഗ യാത്രയിൽ അത് കേരളത്തെ, മൊത്തമായി കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച ഏവിയേഷൻ ഹബ്ബാക്കി ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളത്തെ മാറ്റാൻ പറ്റും. അതിനായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറുകിട, ഇടത്തരം, സൂക്ഷ്മ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയ പദ്ധതികൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകുന്ന തരത്തിൽ ഗ്ലോബൽ ജോബ് വാച്ച് ടവറും അതിനോടനുബന്ധിച്ച് കരിക്കുലത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി ലോകം ആവശ്യപ്പെടുന്ന പുതിയ കാല കോഴ്സുകൾ തുടങ്ങാനുള്ള സംവിധാനമുണ്ട്. നോളജ് വാലി ഉണ്ട്, കേരള നോളജ് വാലി ഉണ്ട്. ലെഗസി സർവകലാശാലകളെ കൂടി കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തു നിന്നുള്ള കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കീമാണ്. ആരോഗ്യകാര്യത്തിൽ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യകാര്യത്തിൽ കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള കാര്യങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളം മാറണം. പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വരണം, ചികിത്സക്കായി ഇവിടെ ആളുകൾ എത്തണം തുടങ്ങിയ വലിയ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് നമുക്ക് തുടക്കമിടാൻ കഴിയുന്നത് എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്.